ഹലോ അസ്സാം വലൈക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ പ്രഷർ കുക്കറിൽ എങ്ങനെയാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഗീ റൈസ്, അതായത് നമ്മുടെ സ്വന്തം നെയ്ച്ചോറ് തയ്യാറാക്കിയിട്ട് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആക്ച്വലി എന്നോട് കുറച്ച് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളായിരുന്നു പ്രഷർ കുക്കറിൽ എങ്ങനെയാണ് നെയ്ച്ചോറ് ഉണ്ടാക്കുക എന്നുള്ളത്. കുറച്ച് ബാച്ചിലേഴ്സൊക്കെ ചോദിച്ച കാര്യമായിരുന്നു. അപ്പോൾ ഞാൻ മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുള്ള പല ബിരിയാണിൻ്റെ റെസിപ്പീസിലും കാണിച്ചിട്ടുണ്ട് കേട്ടോ, നമ്മുടെ പ്രഷർ കുക്കറിൽ ചോറ് കുക്ക് ചെയ്തിട്ട് എടുത്തിട്ട് പിന്നെ ദം ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഇതുവരെ നെയ്ച്ചോറിൻ്റെ വീഡിയോ ഇട്ടിട്ടില്ല. അപ്പോൾ എന്നാലും ഇന്ന് നമുക്ക് നല്ല പെർഫെക്റ്റിൽ നെയ്ച്ചോറ് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതേ ഞാനിവിടെ നമ്മുടെ നെയ്ച്ചോറ് ചെയ്യാൻ വേണ്ടിയിട്ട് 5 ലിറ്ററിൻ്റെ ഒരു പ്രഷർ കുക്കർ സ്റ്റൗവിൽ വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആദ്യം ചേർക്കുന്നത് പ്യുവർ ആയിട്ടുള്ള മിൽമയുടെ നെയ്യാണ്. ഒരു 2 ടേബിൾ സ്പൂണോളം മിൽമയുടെ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. കൂടെ നമ്മളൊരു 1.5 ടേബിൾ സ്പൂണോളം നമ്മുടെ സൺഫ്ലവർ ഓയിൽ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ എപ്പോഴും നെയ്ച്ചോറ് ചെയ്യാറുള്ളത്. നിങ്ങൾക്ക് നെയ്യ് മാത്രം ചേർത്തിട്ട് ചെയ്താൽ മതിയെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ നെയ്യ് എടുത്താൽ മതിയാകും. അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് കാഷ്യൂനട്ടും അതുപോലെ തന്നെ റൈസിൻസും ചേർത്തിട്ട് ഒന്ന് വറുത്ത് കോരുകയാണ്. നമ്മളിപ്പം ഇതേ രീതിയിൽ പ്രഷർ കുക്കറിൽ ചെയ്യുമ്പം സെപ്പറേറ്റ് ഒരു ചട്ടി എടുത്തിട്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ച് അതിലിതിങ്ങനെ വറുത്ത് കോരി എടുക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാം തന്നെ ഈ ഒരൊറ്റ പ്രഷർ കുക്കറിൽ തന്നെ ചെയ്താൽ മതിയാകും കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ കാഷ്യൂനട്ടും റൈസിൻസും ഒക്കെ വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ സെയിം ഈ ഒരു നെയ്യിൽ തന്നെയാണ് ഇതിലേക്കുള്ള സവാള ഫ്രൈ ചെയ്യുന്നത്. ഒത്തിരി ഒന്നും വേണ്ട, ഒരു മീഡിയം സൈസ് ആയിട്ടുള്ള സവാള നന്നായിട്ടൊന്ന് കനം കുറഞ്ഞ് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ട് അത് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. സാധാരണ നമ്മൾ സവാള ഫ്രൈ ചെയ്യാറില്ലേ, അതേപോലെ തന്നെ. അപ്പോൾ അതുകൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നല്ലൊരു ലൈറ്റ് ഗോൾഡൻ കളറായി ഒരു ക്രിസ്പി ആയിട്ടുള്ളൊരു കണ്ടീഷൻ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഒരു നെയ്യിൽ നിന്നും കോരിയെടുത്ത് മാറ്റി വെക്കുകയാണ്. ഒത്തിരി അങ്ങോട്ട് കളർ മാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണ്ട കേട്ടോ, കാരണം അത് ആ ചൂടിൽ കിടന്നിട്ട് വീണ്ടും ഒന്ന് ക്രിസ്പി ആവുന്നതാണ് നമ്മളിത് കോരിയെടുത്ത് കഴിഞ്ഞാലും. അപ്പോൾ ഇതും കൂടെ ഒരു ഭാഗത്ത് മാറ്റി വെക്കുക. നമ്മുടെ നെയ്ച്ചോറിൻ്റെ ബാക്കി പരിപാടികളൊക്കെ ചെയ്യുന്നത് ഈ ഒരു സെയിം നെയ്യിൽ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് നെയ്യ് കുറച്ചുകൂടെ വേണം തോന്നുകയാണെങ്കിൽ ഒരു 1 ടേബിൾ സ്പൂൺ കൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇതൊരു ഭാഗത്ത് ഞാൻ മാറ്റി വെക്കുകയാണ്. ഇനി നമ്മൾ ഇതിലേക്ക് നമ്മുടെ ഏലക്ക, അതുപോലെ ഗ്രാമ്പൂ, പട്ട ഇത്രയും ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ നമ്മുടെ കറുകയില വേണമെങ്കിൽ അതും കൂടെ ചേർത്തിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് ഞാനിപ്പോൾ ഒരു 6 ഏലക്ക, അതുപോലെ തന്നെ 6 ഗ്രാമ്പൂ, 2-3 ചെറിയ കഷ്ണം പട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വലിയ ജീരകം ഒരു നുള്ളു വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ, നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് ഇട്ട് കൊടുത്താൽ ഇതിലേക്ക് ഞാനൊരു 1 ടീസ്പൂണോളം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും രണ്ടും കൂടെ ചതച്ചെടുത്താണ്. നന്നായിട്ട് ചതച്ചെടുക്കണം കേട്ടോ, അങ്ങനെ കഷ്ണമായിട്ടൊന്നും കാണരുത്. അതുകൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്ന് സോട്ട് ചെയ്തിട്ട് കൊടുക്കുക. പിന്നെ നെയ്യ് കുറച്ച് കൂടുമ്പോൾ തന്നെയാണ് കേട്ടോ നമ്മുടെ നെയ്ച്ചോറിന് ടേസ്റ്റ് കൂടുതൽ. അപ്പം നിങ്ങൾക്ക് വേണം തോന്നുകയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ കൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു ചെറിയ സവാള, അതല്ലെങ്കിൽ ഒരു മീഡിയം സവാളയുടെ പകുതി ഇതുപോലെ ഒന്ന് നീളത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞാൽ ചേർത്തിട്ട് കൊടുക്കാം ഈ ഒരു സമയത്ത്. അതും ഒത്തിരി ഒന്നും വേണ്ട കേട്ടോ, നെയ്ച്ചോറിൽ ഇങ്ങനെ ഒരുപാട് സവാള ഉണ്ടാവുന്നൊന്നും അത്ര വലിയ ടേസ്റ്റ് തോന്നൂല. സവാള കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതേ സവാളയൊക്കെ ഒന്ന് കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പം നമ്മളൊരു ചെറിയ ക്യാരറ്റിൻ്റെ പീസ് ഇതേ രീതിയിലൊന്ന് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ട് അതുകൂടെ ചേർക്കാണ്. ക്യാരറ്റ് നിർബന്ധമൊന്നുമില്ല, ചിലർ മാത്രമേ ഇടാറുള്ളൂ, ചിലരങ്ങനെ ഇട്ട് കാണാറില്ല. അപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ടേസ്റ്റാണ്. ഇനി നമ്മളിതിലേക്ക് നമ്മുടെ നെയ്ച്ചോറ് കുക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ 2 കപ്പ് ബസ്മതി റൈസ് വെച്ചിട്ടാണ് ഇന്നിപ്പോൾ നെയ്ച്ചോറ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ 3 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതായത് 1 കപ്പ് റൈസ് എടുക്കുമ്പം 1.5 കപ്പ് വെള്ളമാണ് നമ്മളിപ്പം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ അരി വറുത്തെടുത്തിട്ട് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരുപാട് ബിരിയാണി റൈസ് ചെയ്യുന്ന സമയത്ത് അത് കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നു ബാച്ചിലേഴ്സിനൊക്കെ കുറച്ചും കൂടെ എളുപ്പം ഈ ഒരു രീതിയായിരിക്കും. വെള്ളം ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. എന്നിട്ട് അതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് നോക്കുക. എന്നിട്ട് വേണമെങ്കിൽ പിന്നെയും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ആദ്യമേ ഒരുപാട് ഉപ്പ് കോരിയിടരുത്, പെട്ടെന്ന് ഉപ്പ് കൂടും നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ. ഇനി ഇതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി നന്നായിട്ടൊന്ന് പിഴിഞ്ഞിട്ട് ചേർത്തിട്ട് കൊടുക്കുകയാണ്. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റൈസ് ഇങ്ങനെ നമ്മൾ കുക്ക് ചെയ്തിട്ട് എടുക്കുമ്പം ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതെ നല്ല സെപ്പറേറ്റ് ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ചേർത്തിട്ടുള്ള വെള്ളമൊക്കെ നന്നായി തിളക്കുന്നുണ്ട്. വെള്ളം ഇങ്ങനെ ഒരുപാട് സമയം തിളക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത് കേട്ടോ, അപ്പോൾ നമ്മളെ ചേർത്തിട്ടുള്ള വെള്ളം റെഡ്യൂസ് ആയിട്ട് പോകും. അപ്പോൾ പിന്നെ നമ്മുടെ അരി കുക്കാവാനുള്ള ആവശ്യത്തിലുള്ള വെള്ളം അതിനകത്ത് കാണൂല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ അരി ചേർത്ത് കൊടുക്കുക. അപ്പോൾ 2 കപ്പ് ബസ്മതി റൈസ് ഒരു 15 മിനിറ്റോളം വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. നന്നായി കഴുകിയെടുത്തതിന് ശേഷമാണ് കേട്ടോ കുതിർത്തിട്ട് വെക്കേണ്ടത്. എന്നിട്ടാണ് നമ്മൾ അതിലുള്ള വെള്ളമൊക്കെ മാറ്റിയെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ ഈ ഒരു ബസ്മതി റൈസിന് പകരം നമ്മുടെ വയനാടൻ കൈമ ജീരകശാലൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ ഈ ഒരു 3 കപ്പ് വെള്ളം എടുത്ത സമയത്ത് ഒരു 3.25 കപ്പ് വെള്ളം എടുക്കണേ. അപ്പോഴാണ് നല്ല കറക്റ്റായിട്ട് എനിക്ക് കുക്കായി കിട്ടാറുള്ളൂ. അപ്പോൾ അത് നമ്മൾ വെള്ളമൊക്കെ ചേർത്തി അരിയും ചേർത്തിട്ട് മിക്സ് ചെയ്ത് കുക്കറിൻ്റെ ലിഡ് കൊണ്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിതൊരു ചെറിയ ഫ്ലെയിമിൻ്റെയും അതുപോലെ തന്നെ മീഡിയം ഫ്ലെയിമിൻ്റെയും ഇടയിലുള്ള ഒരു തീയിൽ വെച്ചിട്ടാണ് ഇത് കുക്ക് ചെയ്യുന്നത്. എന്നിട്ട് ഫസ്റ്റ് വിസിൽ വരുന്ന സമയത്ത് തന്നെ നമ്മളിത് ഓഫ് ചെയ്യണം.
എന്നതിന് ശേഷം കംപ്ലീറ്റ് സ്റ്റീം പോയിട്ട് നമുക്ക് തുറന്നു നോക്കിയാൽ മതി കേട്ടോ. സ്റ്റീം കളയൊന്നും വേണ്ട, കംപ്ലീറ്റ് സ്റ്റീം പോയിട്ട് തുറന്നു നോക്കിയാൽ മതി. അപ്പോൾ അത് നമുക്ക് കാണുമ്പോൾ തന്നെ ആ റൈസൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്, അങ്ങനെ ഒട്ടിപ്പിടിച്ച് കുഴഞ്ഞ് കിടക്കുന്ന രീതിയൊന്നും അല്ല കേട്ടോ. ഇനി നമ്മളിപ്പം ഇതുപോലെ വലിയ തവി വെച്ചിട്ടൊന്നും മിക്സ് ചെയ്യണ്ട, ഇതുപോലെ ഒരു കുഞ്ഞു ഫോർക്ക് വെച്ചിട്ട് മുകളിൽ നിന്നും പതിയെ അങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിൽ നെയ്ച്ചോറാക്കി ഉണ്ടാക്കിയെടുത്തിട്ട് ബിരിയാണിയിലേക്ക് ദം ചെയ്യാനാണ് നിങ്ങൾ എടുക്കുന്നത് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫസ്റ്റ് വിസിൽ വന്ന ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് കംപ്ലീറ്റ് സ്റ്റീം നിങ്ങളത് അതിൻ്റെ ഒരു വിസിലുണ്ടല്ലോ അത് പൊക്കി പിടിച്ചിട്ട് കംപ്ലീറ്റ് സ്റ്റീം കളയുക. എന്നതിന് ശേഷം ഈ കുക്കറിൽ നിന്നും എടുത്തിട്ട് നിങ്ങൾക്ക് ദം ചെയ്യാവുന്നതാണ് കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ബിരിയാണിയിലേക്ക് ദം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിയിൽ പ്രഷർ കുക്കറിൽ ചോറ് കുക്ക് ചെയ്തിട്ട് എടുക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്യൂനട്ടും റൈസിൻസും സവാളൊക്കെ ഫ്രൈ ചെയ്തില്ലേ, അതെല്ലാം കൂടെ ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ ഒരു 1 ടീസ്പൂണോളം നെയ്യും ഒന്ന് മുകളിലായിട്ട് ഒഴിച്ചു കൊടുത്താൽ നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റൊക്കെയാണ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്രഷർ കുക്കറിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഗീ റൈസ് ചെയ്യാന്നുള്ളത്. കുറച്ച് ബാച്ചിലേഴ്സൊക്കെ ചോദിച്ച കാര്യമായിരുന്നു, അവർക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കിയിട്ട് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും ഷെയർ ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും നല്ല റെസിപ്പീസുമായിട്ട് ഈ ടേസ്റ്റിലൂടെ കാണാം. താങ്ക് യു. അസ്സലാമു അലൈക്കും.